കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രവാസി പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കോളേജിൽ പഠിക്കുന്ന മകൻ എന്നെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. ഒന്ന് ആ മകനോട് സംസാരിക്കാമോ? ഞാൻ കൗൺസിലിംഗ് നടത്താറില്ല. കൗൺസിലിങ്ങിനുള്ള പരിശീലനവും ക്ഷമയും എനിക്കില്ല, സമയവുമില്ല. എങ്കിൽ പോലും പലപ്പോഴും ഈ ഉപ്പമാരുടെ വിഷമം കാണുമ്പോൾ, കാരണം മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ചിട്ടുള്ള ഉപ്പമാരാണ്. ഞാൻ സംസാരിക്കാം. ആ വിദ്യാർത്ഥി എന്നെ കാണാൻ വന്നു. പലതും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് മാത്രം പറയാം. ചെറുപ്പത്തിൽ പലതും ഞാൻ ഉപ്പയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദാരിദ്ര്യം പറഞ്ഞ് ഉപ്പ എനിക്ക് വാങ്ങി തന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ നാട്ടിൽ പഠിക്കുകയാണ്. ഇടയ്ക്ക് അവധിക്ക് വരുമ്പോൾ ഞാൻ കടയിൽ എന്നെ ഉപ്പ കൊണ്ടുപോകും. ഞാൻ ഏറ്റവും അധികം റിയാലുകളുള്ള സാധനം ആവശ്യപ്പെടും. ഉപ്പ ദാരിദ്ര്യം പറയും. ഞാൻ കടയിൽ നിന്നും ഇറങ്ങിപ്പോകും. ഉപ്പ തിരിച്ചു വന്ന് എന്നെ വിളിച്ചത് എനിക്ക് വാങ്ങിത്തരും. ഇങ്ങനെയുള്ള മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ചോദിക്കുന്നത്. അത് ഉപ്പ വാങ്ങിക്കൊടുക്കുന്നില്ലെങ്കിൽ ഉപ്പമാരുടെ മനസ്സുകളിൽ നൊമ്പരമുണ്ടാകില്ല. പക്ഷെ മക്കൾക്ക് ആവശ്യമുള്ളൊരു കാര്യം ചോദിക്കുകയും ദാരിദ്ര്യം കാരണം വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഉപ്പമാരുടെ മനസ്സുകളിലുള്ള നൊമ്പരം അതനുഭവിച്ചു കഴിഞ്ഞാൽ ആ ഉപ്പമാർക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നിപ്പോയ തൻ്റെ ഷൂസ് മാറ്റി പുതിയൊരു ഷൂസ് വാങ്ങാൻ പണം കൂട്ടിവെക്കുന്നതിനിടയ്ക്ക് പുന്നാര മോൻ വന്നൊരു ഷൂസ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ മിക്ക ഉപ്പമാരും ആ മക്കളുടെ ആവശ്യത്തിനാണ് മുൻഗണന നൽകുന്നത്. എന്തിനേറെ സ്കാനിങ്ങിന് വേണ്ടി മാറ്റിവെച്ച പണം പോലും എടുത്ത് മക്കളുടെ ആവശ്യത്തിന് നൽകുന്ന ഉപ്പമാരില്ലേ നമ്മുടെ നാട്ടിൽ? ഹ്രസ്വമായ തൻ്റെ ജീവിതത്തിൽ വരദാനമായി ലഭിച്ച മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രയോ ഉപ്പമാരാണ് രാത്രികൾ പകലുകളാക്കി അധ്വാനിക്കുന്നത്. തങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമതകളും മക്കളെ അറിയിക്കാതെയാണ് മിക്ക ഉപ്പമാരും വളർത്തുന്നത്. എന്നാൽ ഉപ്പമാരുടെ ബുദ്ധിമുട്ടുകളും വിഷമതകളും കണ്ടാൽ കണ്ടതായി പോലും മിക്ക മക്കളും നടിക്കാറില്ല.